പറയാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ തലേന്നേ പ്ലാൻ ചെയ്ത് വെച്ചെടുത്തൊരു ദിവസമാണ്. പക്ഷെ അതിങ്ങനെ ഒരു ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാവിലെ ഒന്ന് പാളിയെങ്കിലും ഒരു 12 മണിയായപ്പോൾ ഞാൻ പിന്നെയും വ്ലോഗ് എടുക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ദേ ഇങ്ങനെ വ്ലോഗ് എടുക്കാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ അതിന് ശേഷം എനിക്ക് ഭയങ്കര ഡിമോട്ടിവേഷനായി. ഒന്നാമത്തെ കാര്യം വൈകിയാണ് എഴുന്നേറ്റത്. പിന്നെ കുറേ പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് പിന്നെ ഞാനങ്ങ് നിർത്തി. എന്നിട്ട് ദേ ഇപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനിൽ നിന്നാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് ലഞ്ചിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈയും പിന്നെ ചിക്കൻ ചെറിയൊരു പെരട്ട് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബീൻസ് തോരനും. ഫിഷും ചിക്കനും ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കുമ്പോൾ തന്നെ നല്ലോണം വൃത്തിയായിട്ട് അത് കഴുകി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെ അങ്ങോട്ടെടുത്ത് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ടൈം ഉണ്ടെങ്കിൽ അന്നേരം ഒന്നുകൂടെ കഴിയും. പക്ഷെ അത് ഓപ്ഷണലാണ്, പിന്നെ കഴുകണമെന്നൊന്നും ഇല്ല. റൈസ് ഇപ്പോൾ കുറച്ചിടെയായിട്ട് കുക്കറിലാണ് വെക്കണത്. കുക്കറിൽ ഒരു 1 വിസിൽ വെച്ചിട്ട് പിന്നെ അത് ഫുള്ള് എയർ ടൈറ്റായിട്ട് അവിടെ ഇരുന്ന് വെന്തോളും. നേരത്തെയൊക്കെ കലത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ ഗ്യാസ് നമുക്ക് മുതലാവാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ കുക്കറിലേക്ക് മാറ്റിയതാണ്. പിന്നെ കുക്കറിൽ അരി വെച്ച് പിന്നെ ഞാനതിനകത്ത് എക്സ്പേർട്ടായി മാറി. രാവിലത്തെ ഡീമോട്ടിവേഷന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ, അതായത് ശനിയാഴ്ച, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഒരു കംപ്ലീറ്റ് ഡേ വെറുതെ കളഞ്ഞതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഈ ഞായറാഴ്ചത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ദേ ഇങ്ങനെ ലിസ്റ്റ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ മൈൻഡ് സ്റ്റക്കാവുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. അപ്പോൾ എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നാളത്തേക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ എഴുതിയൊക്കെ വെച്ച് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ശനിയാഴ്ച അങ്ങ് കഴിച്ചു കൂട്ടി. എന്നിട്ട് ഞായറാഴ്ച രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനൊക്കെ വൈകും. അത് കാരണം പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാനങ്ങ് വിട്ടു. എന്നിട്ടാണ് ഇപ്പോൾ ഇതേ ലഞ്ച് പ്രിപ്പറേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു സാധനം എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡ് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സാധനമാണ് കേട്ടോ. എനിക്ക് അരിയാനും പെറുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സാധനമാണിത്. ഇത് ഫിലിപ്സിൻ്റെ മറ്റേ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. ഇതിനകത്ത് സവാള അരിയാനും വെജിറ്റബിൾസ് അരിയാനും എല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് ആദ്യത്തെ തവണയാണ് ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇന്നലെ സത്യം പറഞ്ഞാൽ അൺബോക്സ് ചെയ്യണ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും പിന്നെ തുടർന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഇത് സവാളയാട്ടോ ഇടുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ബ്ലേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സവാളയുടെ ഇപ്പം ഞാനിട്ടിരിക്കുന്ന ബ്ലേഡ് മറ്റേ കുനുകുനാന്നരിക്കുന്ന ഒരു ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് വലിയ ഇഷ്ടമല്ല. അല്ലാതെ സ്ലൈസ് ചെയ്ത് അരിയുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് സ്ലൈസ് ചെയ്ത് അറിയാൻ പറ്റില്ല എന്ന്. പക്ഷേ സ്ലൈസ് ചെയ്ത് അരിയാൻ പറ്റും കേട്ടോ. ആദ്യം ഞാൻ ഇട്ട ബ്ലേഡ് ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ ഈ ബ്ലേഡ് ഇട്ടിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അന്നേരം ആദ്യം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് വർക്ക് ചെയ്തില്ലായിരുന്നു. കാരണം എനിക്കിതിനകത്ത് പ്രവൃത്തി പരിചയമില്ലല്ലോ. അതിനുശേഷം പിന്നെ ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ സ്ലൈസ് ചെയ്ത് അരിയുന്നതും. എനിക്ക് സ്ലൈസ് ചെയ്ത് അരിയുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് നേരത്തെ ഒരു 750 വാട്ട്സിൻ്റെ ചോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എത്ര വാട്ട്സാണെന്ന് എനിക്കറിയില്ല. 750 1000 ഒന്നാണെന്ന് തോന്നുന്നു. ഇത് ഒത്തിരി റിവ്യൂസ് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. ഇനി മോശം അഭിപ്രായം പറഞ്ഞ റിവ്യൂസ് ഞാൻ കാണാതിരുന്നതാണെന്ന് അറിയില്ല. ഇപ്പോൾ എന്നിട്ട് ഞാൻ ചിക്കൻ്റെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് കേട്ടോ. പിന്നെ ഞാനിതൊരു കുക്കിംഗ് വ്ളോഗ് മാത്രമാക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അലമാര ഓർഗനൈസ് ചെയ്യുന്നത്. അത് കുറച്ച് ദിവസമായിട്ട് ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനകത്ത് ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ച് ഇപ്പോൾ ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, പക്ഷെ നടക്കുന്നേ ഇല്ല. അതെന്താണെന്ന് അറിയില്ല. പിന്നെ കിച്ചൺ ടോപ്പ് ചെറിയൊരു മേക്ക് ഓവർ വരുത്താമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനമല്ല, ഒരു ഓർഗനൈസർ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നാളായി, പക്ഷെ ഇതുവരെ അൺബോക്സ് ചെയ്യാനും വെക്കാനും ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിന് ഞാൻ എടുത്ത സൊല്യൂഷൻ എന്താണെന്നൊക്കെ ഉള്ളത് കാണിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹെയർ ഫോൾ ഒത്തിരി ഉണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പതുക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ഞാൻ ഹെയർ കട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല സുഹൃത്തുക്കളെ. അതിന് മുമ്പ് ഒരു ദുരന്തം സംഭവിച്ചു. ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. വേറൊന്നുമല്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഫിഷ് മസാലയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ എയർ ഫ്രയറിലാട്ടോ ഉണ്ടാക്കാറ്. ഫിഷ് കൂടുതലായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷേ ചിക്കനൊക്കെ കൂടുതലും ഇപ്പോൾ എയർ ഫ്രയറിൽ തന്നെ ഉണ്ടാക്കണം. അതാകുമ്പോഴത്തേക്ക് ഓയിലിൻ്റെ ഇത് കുറവായിരിക്കുമല്ലോ. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണം. എപ്പോഴൊന്നും ഡയറ്റ് നോക്കാൻ പറ്റാറുമില്ല, പക്ഷേ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്.
അരി ഞാൻ നല്ലോണം കഴുകി കുക്കറിലാക്കിയിട്ട് സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്മിൽ ശരിക്കും ഇരുന്ന് കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചാൽ വേവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വാർക്കാൻ നേരം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാർക്കും. അപ്പോൾ അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല. ഫിഷ് ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലെമൺ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിങ്ങനെ ഫ്രിഡ്ജിലിരുന്ന ലെമൺ ആയത് കാരണം ഇങ്ങനെ ഭയങ്കര കല്ല് പോലെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനത് പതുക്കെ ചതച്ച് അപ്പോൾ ഫിഷ് കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേ. ഈ സമയത്ത് റോസ്റ്റിനുള്ള സാധനങ്ങൾ അടുപ്പത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സൊക്കെ ചെയ്ത് അതിനകത്ത് മസാല ചേർക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ജിഞ്ചറും ഗാർലിക്കും ടൊമാറ്റോയും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രിപ്പയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വൈഷുവിന് ആദ്യം ഞാൻ ഫുഡ് കൊടുത്തു. അതിനുശേഷം വൈഷുവിന് വാ കഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവന്ന് ഞാൻ കട്ടിലിരുത്തി. പിന്നെ ഞാൻ ചെന്ന് ബാത്റൂമിൻ്റെ ഡോർ അടച്ചപ്പോൾ വലത്തെ കൈ വെച്ച് ഡോർ അടച്ചു. പക്ഷേ ഇടത്തെ കൈ ഡോറിൻ്റെ ഇടയിലായിരുന്നു. നന്നായിട്ട് വന്ന് അങ്ങോട്ട് അടഞ്ഞു. എൻ്റെ നഖമാണെങ്കിൽ നഖത്തിൻ്റെ അടിയിൽ മറ്റേ റെഡ് കളറൊക്കെ വന്ന് ചോരയൊക്കെ കട്ടുപിടിച്ച് നല്ല വേദനയായിരുന്നു. നമ്മുടെ ദിലീപേട്ടൻ മറ്റേ മഴത്തുള്ളി കിലുക്കൻ സിനിമയിൽ പറയുന്ന ഡയലോഗില്ലേ, അത് സത്യമാണ്. ബാദലിൻ്റെ ഇടയിൽ വിരൽ പെട്ടാൽ നല്ല സുഖമാണെന്ന് പറയില്ലേ, അത് ശരിക്കുമുള്ള സംഭവം കേട്ടോ. ഇപ്പോഴും ആ നഖത്തിൻ്റെ അടിയിൽ റെഡ് കളറായിട്ടായിരിക്കണം. പിന്നെ ആ സൈഡിലുള്ള വള്ളിയില്ലേ, ആ വള്ളി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇനി നഖം പോവുമോ എന്നുള്ളത്. പോവാതിരിക്കട്ടെ, ഇത് പെട്ടെന്ന് അങ്ങ് മാറട്ടെ എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ ഫിഷൊക്കെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉള്ളതും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബീൻസ് എടുത്തു കേട്ടോ. ബീൻസ് ഇന്ന് രാവിലെയാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ലോണം കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഫുഡ് പ്രോസസ്സറിൽ തന്നെയാണ് കേട്ടോ ബീൻസ് അരിഞ്ഞ് നോക്കാൻ പോണേ. ബീൻസ് ആരും അരിയുന്നതായിട്ട് മറ്റേ ഈ വീഡിയോസിനകത്തൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ അരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അതിനകത്ത് അരിയുന്നതായിട്ട് കണ്ടത് പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും ഒക്കെയാണ്. സാധാരണ ഒരു മിക്സിക്ക് വരുന്ന 3 ടൈപ്പ് ജാറില്ലേ, ആ ജാർ ഇതിനും ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ ഒരു ചോപ്പർ പോലത്തെ ആ സാധനമാണല്ലോ, അതുകൊണ്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്ത് നോക്കുന്നത്. ചിക്കൻ റോസ്റ്റിൻ്റെ മസാലയ്ക്ക് ഇതേ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ, മസാലയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം ചേർക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നല്ലോണം മസാല ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ചുമ്മാ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഫിഷ് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് വെച്ചു. ഇനി നേരെ എയർ ഫ്രയറിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. ഇതുപോലെ 2 സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ താഴെ ഒന്നും വീടില്ലല്ലോ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അതിൻ്റെ പൊക്കത്ത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാനുള്ള സാധനം വെക്കുന്നത്. ബീൻസിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് അരിയാൻ പാകത്തിന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ചോപ്പറില്ലേ, അതിൻ്റെ ഉള്ളിലൊരു പുഷറുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ട് ആ പുഷർ കൊണ്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ആട്ട കുഴക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു രാത്രി ചപ്പാത്തി ആക്കണം, എന്നിട്ട് ഇതിനകത്ത് ആട്ട കുഴക്കാം, അതിൻ്റെ വീഡിയോയൊക്കെ എടുക്കാമെന്ന്. പക്ഷെ അത്രയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഫിഷിൻ്റെ ഹീറ്റും ടൈമിങ്ങും ആദ്യം ഞാൻ സെറ്റ് ചെയ്തത് 30 മിനിറ്റത്തേക്ക് 145 ഡിഗ്രിയിലാണ്. അത് ഇച്ചിരി കുറവാണ്. ഉള്ളു വേവാനായിട്ട് അതാണ് നല്ലത്. അതിനുശേഷം ഞാൻ ഫിഷിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെ ഫിഷ്, ചിക്കൻ, ഫ്രൈസ് അങ്ങനെ സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ പ്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെക്കുന്ന സാധനത്തിനനുസരിച്ച് അതിനകത്ത് മാത്രം ഞെക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ടൈമിങ്ങും പിന്നെ ഹീറ്റും നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കിച്ചൺ ടോപ്പ് കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷെ വൈകാതെ തന്നെ അതൊക്കെ ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ആദ്യം സവാള അരിയാനായിട്ട് വെച്ചിട്ട് പിന്നെ മാറ്റി ആ ബ്ലേഡില്ലേ, ആ ബ്ലേഡാണ് ഞാൻ ബീൻസ് അരിയാനായിട്ട് യൂസ് ചെയ്തത്. നല്ല കറക്റ്റായിട്ട് നൈസായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പണി കഴിഞ്ഞു. ഈ പ്രൊസസ്സറിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുന്ന ആ പുഷ് ചെയ്യുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം നിറച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് അരിഞ്ഞങ്ങ് താഴത്തേക്ക് വരും കേട്ടോ. ഈ വർഷം തുടക്കത്തിൽ തായ്ലാൻഡ് മലേഷ്യ പോയി തിരിച്ച് വന്ന സമയത്ത് എനിക്കൊരു പനി വന്നായിരുന്നു. അതിനുശേഷം പിന്നെ മെഡിക്കേഷനൊക്കെ എടുത്തു. പിന്നെ അതങ്ങ് മാറി. നാട്ടിൽ വെച്ചാണ് ഇങ്ങനെ വന്നത്. അതിനുശേഷം തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് മുടി അങ്ങ് കൊഴിയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഓക്കെ വെള്ളം മാറിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്നൊക്കെയാണല്ലോ. പിന്നെ ഇതിങ്ങനെ നന്നായിട്ടങ്ങ് മുടി കൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണിച്ചു. ഈ ഇടയ്ക്കാണ് ഡോക്ടറിനെ കാണിച്ചത്. ഞാൻ ആ 21 ഡേ സീരീസ് ചെയ്തല്ലോ, അപ്പോൾ ആ സമയത്ത് ഹെയർ ഒത്തിരി ലോസ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഓക്കെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ട്രാക്ക് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിട്ട് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. ബീൻസ് തോരൻ വെക്കാനാണ് പ്ലാൻ. അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഇതിനകത്ത് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അത് സ്ലൈസ് ആക്കിയാണ് കട്ട് ചെയ്യണത്.
നമ്മളിപ്പോൾ ബീൻസ് കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ബ്ലേഡില്ലേ, സെയിം ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്യണം. ഒന്നുകൂടെ ആ സാധനം കഴുകിയിട്ട് തിരിച്ചെടുത്ത് വെച്ചു. ഇതാണ് ആ മുകളിലേക്ക് വരുന്ന പുഷറുള്ള ഭാഗം. ഞാൻ ഇതിനകത്തേക്ക് ആകെ ഒരു സവാള രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അധികം ഉണ്ടെങ്കിലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, ഇച്ചിരി ഉണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴറ്റാനും പറ്റും. കനം കുറച്ച് അരിഞ്ഞേക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ വഴന്ന് വരും. എൻ്റെ നേരത്തെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. എസ്പെഷ്യലി ആ തായ്ലൻഡ് മലേഷ്യ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് മുടിക്ക് കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് തുമ്പത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും അധികം മുടി തന്നെ ഇല്ല. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് പനി വന്നതിന് ശേഷം വന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ്, അപ്പോൾ ഇതിന് മെഡിക്കേഷൻ എടുക്കണമെന്നാണ്. അതിനുശേഷം പുള്ളിക്കാരി എനിക്ക് കുറേ മരുന്നൊക്കെ എഴുതി തന്നു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അയണിൻ്റെയും വിറ്റാമിൻ്റെയും സപ്ലിമെൻറ്റ്സും എടുക്കാൻ തുടങ്ങി. 30 ഡേയ്സിനുള്ളിൽ ഈ ഒരു എക്സ്ട്രാ ഹെയർ ഫോൾ നിൽക്കും. പിന്നെ 90 ഡേയ്സിനുള്ളിൽ മുടി തിരിച്ച് വളരാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഡിക്കേഷനൊക്കെ എടുത്തു തുടങ്ങി. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് എങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഴയതുപോലെ ഹെയർ വരാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പണ്ട് ഒത്തിരി പനങ്കൊല പോലെ മുടിയുണ്ടായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചമായിരുന്നു പണ്ട്. അപ്പോൾ ഇത് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമില്ല, അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഓയിൽ സ്പ്രേ ചെയ്യില്ലേ, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അരപ്പൊക്കെ കുറച്ചുകൂടെ ഒന്ന് പിടിച്ച് സ്മൂത്തായിട്ട് വന്നതിനേന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഫിഷ് ആദ്യമായിട്ടാണ് വെക്കണേ, അതുകൊണ്ട് അതിൻ്റേതായ പാളിച്ചകൾ അതിനകത്തുണ്ട്. പിന്നെ ബീൻസ് തോരനും റെഡിയായി. പിന്നെ ഈ ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചത് കാരണം ഇന്ന് സലാഡും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കുക്കുംബറൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീലർ വെച്ച് അതിൻ്റെ തൊലിയൊന്ന് പതുക്കെ കളഞ്ഞിട്ട് ഇതിനകത്ത് അരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം മുടി പോയവരുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കോമൻറ്റ്സ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറേ പേർക്കൊക്കെ വരാറുണ്ടെന്നാണെന്ന് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ പേരൊന്നും ഇത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഹെയർ ഫോളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് എ മെഡിക്കൽ കൺസൾട്ടേഷൻ. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്താൽ മതി കേട്ടോ. അതായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാവണം. ചിലർക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മുടി കൊഴിയും. ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ബ്ലൈൻഡായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലേ, പ്രത്യേകിച്ച് ഇപ്പോഴെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ കുറേ പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനും ഈ സെറോക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എനിക്കത്ര നല്ല റിസൾട്ടല്ല തന്നത്. ചിലപ്പോൾ യൂസ് ചെയ്ത ബ്രാൻഡിൻ്റെ ആയിരിക്കും. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്താണോ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് മനസ്സിലാക്കി അതിനുശേഷം ശരീരത്തിലേക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് തോരൻ റെഡി ആയിട്ടോ. ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി. ഇത് ശരിക്കും സർവിങ് ബൗളല്ല കേട്ടോ. തായ്ലൻഡ് മലേഷ്യ പോയ സമയത്ത് ഞാൻ റൈസ് കുക്കർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ വെച്ച് റൈസ് നല്ലോണം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വൈഷുവിന് വേണ്ടി നമ്മൾ ഈ പുറത്ത് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫുൾ പ്ലാൻസ് പാളിയായിരുന്നു. അവിടെ നമ്മുടെ ഈ ടൈപ്പ് പ്ലഗ് ഇല്ലേ, അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് റൈസ് കുക്കർ യൂസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു തായ്ലാൻഡിൽ വെച്ച്. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സാണിത്. ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് വൈഷുവിന് ഫുഡ് കൊടുത്തു വിടാനും പിന്നെ ഇതുപോലത്തെ തോരനൊക്കെ എടുത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. വൈഷു ചൂടുള്ള ഭക്ഷണം കഴിച്ചേ ചൂട് വേണം ക്ലാസ്സിൽ പോയാലും. അപ്പോൾ അത് കാരണം ഞാൻ ഇതാണ് കൊടുത്തു വിടണേ. അങ്ങനെ ലഞ്ച് റെഡി ആയിട്ടോ. നേരത്തെ വൈഷു കരഞ്ഞ എന്തിനാണെന്നറിയോ, ആ സാലഡിൻ്റെ പാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടോ. അത് മാത്രം ഇരുന്ന് കഴിക്കാനായിട്ട്. ചോറ് കഴിക്കാൻ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കൊടുത്ത് പതുക്കെ ചോറിങ്ങനെ വായിലേക്ക് വെച്ച് കൊടുത്തു. അതിന് ശേഷമാണ് എൻ്റെ കൈ വാതിലിൻ്റെ ഇടയിൽ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അലമാര ഓർഗനൈസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുശേഷം വൈഷു ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പാർലറിൽ പോകാം, ഹെയർ കട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അതൊക്കെ വെറുതെയായി. പ്രാക്ടം ഉള്ളതുകൊണ്ട് അപ്പം തന്നെ ഡോക്ടറിനെ കണ്ടു. പുള്ളി അപ്പം തന്നെ ഈ വിരലിടേണ്ട സാധനവും അതും ഇതൊക്കെ തന്നു. ഞാനിപ്പോഴും ഇത് ഇട്ടുകൊണ്ടാട്ടോ ഇരിക്കുന്നത്. പിന്നെ പെയിൻ കില്ലറും വേറെ കുറച്ച് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചൊരു ജ്യൂസൊക്കെ കുടിച്ച് വെറുതെ അങ്ങനെ അങ്ങോട്ടിരുന്നു. പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ഇനി വരുന്ന വ്ളോഗിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. സിമിലർ എക്സ്പീരിയൻസ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കോമൻറ്റ്സ് കേട്ടോ. പിന്നെ ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.